ഇത് പുതിയ നിയമമൊന്നുമല്ല. അതായത് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ബന്ധം, അത് ഈ ലോകം മുഴുവൻ ഉള്ളതാണ്. ഈ ബന്ധം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലും പ്രത്യേകിച്ച്. അത് ഒരിക്കലും ഈ ഒരു ദാമ്പത്യ ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാമ്പത്യ ബന്ധം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വേണം. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധം വേണം. ഇത് ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ല. അയാൾ ഭാര്യയല്ല, ഒരു അന്യ സ്ത്രീയാണ്. ഇയാൾ ഭർത്താവല്ല, ഒരു അന്യ പുരുഷനാണ്. അത്രേ ഉള്ളൂ. ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പരം അവർ തമ്മിൽ തീരുമാനിച്ച ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലോ അവർ തമ്മിലുള്ള ഒത്തീർപ്പിന്റെ അടിസ്ഥാനത്തിലോ ഒരുമിച്ച് താമസിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പോകുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡിലെ, അതായത് 498A, ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡില്ല, അതിന് പകരം വേറെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയാണുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 498A ആ ഒഫൻസ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അത് 498A അല്ല, വകുപ്പ് പറയാന്നുള്ളതേ ഉള്ളൂ. അതിൽ യഥാർത്ഥത്തിലുണ്ടല്ലോ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ക്രൂവൽറ്റി ടു വൈഫാണ് അവിടെ വരുന്നത്. ഭാര്യയ്ക്കെതിരെയുള്ള ക്രൂവൽറ്റിയാണ്, പീഡനമാണ് വരുന്നത്. അത് ക്രൂവൽറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ക്രൂവലായിട്ടുള്ള ബിഹേവിയർ, ഈ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ഈ ഭാര്യയെ ഇതുപോലെ പീഡിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ശാരീരികമോ അതുപോലെ തന്നെ അല്ലാതെ മാനസികമായിട്ടുള്ള പീഡനം മൂലം ക്രൂവൽറ്റി, കേട്ടോ, ട്രീറ്റിംഗ് ഹെർ വിത്ത് ക്രൂവൽറ്റി ആണെന്നുണ്ടെങ്കിൽ അത് 498A അനുസരിച്ചുള്ള ഒരു ഒഫൻസാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ ഈ ലിവിങ് ടുഗദർ ആണെങ്കിൽ വരത്തില്ല, കാരണം ഭാര്യയല്ല. അതേപോലെ തന്നെ സ്പൗസ് ആണെങ്കിൽ, അതായത് ഭാര്യ ആണെങ്കിൽ മാത്രമേ ഈ പ്രൊട്ടക്ഷൻ വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളൂ. ഒരു വിവാഹം നടന്നാൽ മാത്രമേ ഉള്ളൂ, അല്ല വിവാഹബന്ധം ഉണ്ടാവുള്ളൂ. ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇല്ല. അങ്ങനെ വരുന്നുണ്ടേ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് പോലെ ഇവർ തമ്മിലുള്ള ധാരണയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ആ ജീവിച്ചു പോകുമ്പോൾ ഒരിക്കലും ഭാര്യ ഭർത്തൃ ബന്ധമില്ലാത്തത് കൊണ്ടും തന്നെ ഈ നിയമങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ അത് ഉദാഹരണമായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതിനകത്ത് ഭാര്യയാണെങ്കിൽ മാത്രമേ വരുള്ളൂ ആ വിമൻ, അല്ലാതെ എല്ലാ വിമനും ഒന്നും അധികം വരത്തില്ല. അപ്പം അത് നോക്കണം. അതും യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ആ വിധി ശരിയാണെന്നേ പറയാവുള്ളൂ ആ കാര്യത്തിൽ. കാരണം അത് ആ ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ലാതെ ഒരിക്കലും ആ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇത് വരുന്നില്ല. അപ്പോൾ ഇതിന് പിന്നെ ഇതുകൊണ്ടുള്ള പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, കോടതി വഴിയൊക്കെ കിട്ടാനുമൊക്കെ. കുറേ നടന്ന് കഷ്ടപ്പെട്ട് അടുത്ത കല്യാണം കഴിക്കാനോ ഉള്ള പ്രായം കൂടെ കഴിഞ്ഞതിന് ശേഷമേ മിക്കവാറും ഡൈവോഴ്സൊക്കെ കിട്ടാറുള്ളൂ. പക്ഷെ ഇതിനകത്ത് അത് വേണ്ട. ഗുഡ് ബൈ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോയാൽ മതി. ഇതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളോ അവരുടെ കാര്യമാണ് കഷ്ടം. അവർക്കും അച്ഛനും അമ്മയും ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അച്ഛനായിരിക്കും, കേട്ടോ, ഈ പറയുന്ന ആള്. അത് അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആളാണ് അച്ഛൻ. പിന്നെ അമ്മ പിന്നെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല, അമ്മ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ ഇവർക്ക് ഈ മാതാപിതാക്കൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്തത് കൊണ്ട്, അതായത് ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഈ ഭർത്താവ് എന്ത് സമ്പാദിച്ചാലും, ഈ ഭർത്താവല്ല ഈ പുരുഷൻ എന്ത് സമ്പാദിച്ചാലും ഈ സ്ത്രീക്ക് യാതൊരു അവകാശവും ഇല്ല, അതിനകത്തൊന്നും കിട്ടത്തില്ല. മക്കൾക്ക് അയാളുടെ മക്കളായതുകൊണ്ട് അത് കിട്ടും, അയാളുടെ മക്കളാണെന്ന് അവർ പ്രൂവ് ചെയ്യണം, എന്നാലേ വെക്കൂ. നേരത്തെ മറിച്ചൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലുണ്ടല്ലോ പ്രിസംഷൻ ഓഫ് പെറ്റേണിറ്റി വരുന്നുണ്ട്. അതായത് ഈ ഇത്ര ദിവസത്തിനകത്ത് ഉള്ള അവർ ജീവിച്ചു കഴിഞ്ഞു, അല്ലെ പിരിഞ്ഞു കഴിഞ്ഞു, ഇത്ര ദിവസത്തിനകം ഈ ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അച്ഛൻ ഇയാളാണ് എന്നുള്ള പ്രിസംഷൻ ഉണ്ട്. ഇവിടെ ആ പ്രിസംഷൻ കിട്ടത്തില്ല, കാരണം ഇവിടെ മാരേജ് ഇല്ല. അപ്പൊ അങ്ങനെ പല പല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. കാരണം അവർക്ക് ഈ സ്വത്തിൽ അമ്മയ്ക്കും കൂടെ കിട്ടേണ്ട അവകാശം അത് കിട്ടത്തില്ല. പിന്നെ ഈ സ്ത്രീയുടെ സ്വത്തിൽ നിന്ന് ഈ പുരുഷനും ഒന്നും കിട്ടത്തില്ല. കാരണം ഇവർ തമ്മിൽ ഈ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമല്ല ഉള്ളൂ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയാം. ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സക്സഷൻ അനുസരിച്ച്, ഇപ്പോൾ ഒരാളങ്ങ് മരിച്ചുപോയി, അയാൾ മരിച്ചുപോയി അയാളുടെ ബന്ധുക്കൊക്കെ കിട്ടുള്ളൂ, അയാളുടെ മുതലൊന്നും ഈ സ്ത്രീക്ക് 5 പൈസ കിട്ടത്തില്ല, കൂടെ താമസിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ഈ മക്കൾക്ക് കിട്ടും, കാരണം മക്കള് അയാളുടെ മക്കളാണെന്ന് പ്രൂവ് ചെയ്താൽ അത്രേ ഉള്ളൂ.
കാരണം അയാളുടെ സണ്ണും ഡോട്ടറും ആണെന്ന് പ്രൂവ് ചെയ്താൽ കിട്ടും. അതേപോലെയാണ് ഈ അമ്മയുടെ കാര്യം. അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഈ സ്ത്രീ മരിച്ചു പോയി കഴിഞ്ഞാലും ഈ പുരുഷനൊന്നും കിട്ടത്തില്ല, അവരുടെ വസ്തുവകളൊന്നും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, ഒരവകാശവും സക്സഷന് കിട്ടത്തില്ല. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ വിധിയെ നമ്മൾ ഇഷ്ടപ്പെട്ടേ ഒക്കുള്ളൂ. നമുക്ക് ആ വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് യഥാർത്ഥത്തിൽ ആവശ്യം. അല്ലാത്ത ഒരു ബന്ധത്തിലുള്ള ഒരു ജീവിതം എന്നൊക്കെ പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ അവരുടെ സംസ്കാരത്തിലൊക്കെ നടക്കും. പക്ഷെ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിലും അത് ഒരു മോശമായ കാര്യം എന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു നന്മ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമല്ല.